ബംഗ്ലാദേശിന് സമാനമായ സ്ഥിതി ഭാരതത്തിലും ഉണ്ടാകുമെന്ന വിവാദ പ്രസ്താവനയുമായി കർഷക സംഘടന നേതാവ് രാകേഷ് ടിക്കായത്ത് ചെങ്കോട്ടയിൽ ട്രാക്ടർ പ്രതിഷേധം നടത്തിയത് പാർലമെന്റിലേക്ക് നടത്തണമായിരുന്നു. ബംഗാളിൽ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിലും ടിക്കായത്ത് വിദ്വേഷ പ്രസ്താവന തന്നെ നടത്തുകയുണ്ടായി. മാനഭംഗത്തിന് ബംഗാൾ സർക്കാർ കേസെടുത്തതാണ്. മമതാ സർക്കാരിനെതിരായി നടക്കുന്ന പ്രതിഷേധങ്ങൾ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് രാകേഷ് ടിക്കായത്ത് പ്രതികരിച്ചത്. ആദ്യം ആ വാർത്തകൾ കേട്ട ശേഷം മടങ്ങിയെത്താം. रेप और हत्या का केस दर्ज उनके ऊपर हो गया, लेकिन पूरे देश में हाईलाइट करना क्या सरकारों को बदनाम करने की साजिश है? भाई बांग्लादेश में 15 साल से जो आदमी सत्ता पे काबिज है, विपक्ष के नेता साहब जेलों में बंद हैं, तो यही तो और सोचता है। अब वे सारे बंद हैं, उन्हें भागने कहाँ दिया, सारे बंद है। यही हाल यहाँ होगा, ये ढूंढे नहीं मिलने के। जनता बहुत गुस्से में। ये तो उस दिन जब ट्रैक्टर लेकर दिल्ली गए, ये उन्होंने बहका दिया कि लाल किले पे चल जाओ। अगर ये उस दिन पार्लियामेंट की तरफ को कर देते, वो तो 26 जनवरी थी, नहीं तो 25 लाख आदमी थे। ये सारा का सारा काम उसी दिन निपट जाता केस। ये निपटेगा, चूक रह गई, हारेगी चूक, हारेगी। अब तैयारी है, जनता की चिंता ना करो। क्या फिर एक बड़े आंदोलन की शुरुआत है? अब हो जाएगा, ये नहीं कह रहे छेंट करने से और करोड़ दो कुछ। अच्छा होगा जरूर. ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, വിവാദ പ്രസ്താവന എന്നാണ് വാർത്ത. ഇത് വിവാദ പ്രസ്താവനയോ അതോ കലാപ ആഹ്വാനമോ? പരസ്യമായ ബംഗ്ലാദേശിന് സമാനമായ സ്ഥിതി ഭാരതത്തിലും ഉണ്ടാകുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. എന്താണ് ബംഗ്ലാദേശിൽ നടന്നത് നമ്മൾ കണ്ടു. 2, ഈ പ്രതിഷേധം നേരെ പോകേണ്ടിയിരുന്നത് പാർലമെന്റിലേക്കായിരുന്നു എന്ന്. അപ്പോൾ 25 ലക്ഷം പേർ, 1/4 കോടി പേരുമായി പാർലമെന്റ് ആക്രമിക്കുമായിരുന്നു അല്ലെങ്കിൽ ആക്രമിക്കണമായിരുന്നു എന്നുള്ള തുറന്ന ഭീഷണിയും കലാപ ആഹ്വാനവുമല്ലേ കർഷക നേതാവ് എന്ന് അവകാശപ്പെടുന്ന ഇദ്ദേഹം നടത്തിയിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് പിന്നെ വരാം. ഗൗതം. പ്രദീപ് പിള്ള, ഇത് പച്ചയായ കലാപ ആഹ്വാനമാണ്. ഇതിനെ ഒരു വിവാദ പ്രസ്താവന എന്ന നിലയ്ക്ക് മാത്രം നമുക്ക് നോക്കിക്കാണാൻ കഴിയില്ല. ബംഗ്ലാദേശിൽ നടക്കുന്ന രീതിയിലുള്ള ഭീകരമായ ആഭ്യന്തര കലാപം നമ്മുടെ രാജ്യത്തും ഉണ്ടാകണം എന്ന ആഹ്വാനമാണ് ഈ വിവാദ നായകനായിട്ടുള്ള രാകേഷ് ടിക്കായത്ത് നടത്തിയിരിക്കുന്നത്. ഇദ്ദേഹം പറയുന്നത് 15 വർഷം ബംഗ്ലാദേശിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിച്ചു. ആ ഭരണത്തിനെതിരെയുള്ള കലാപമാണ് ആ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് സമാനമായ രീതിയിൽ നമ്മുടെ രാജ്യത്തും എന്തുകൊണ്ട് അത്തരം ഒരു ആഭ്യന്തര സംഘർഷം ഉണ്ടായിക്കൂടാ, അതുണ്ടാകേണ്ടതല്ലേ എന്നതാണ് രാകേഷ് ടിക്കായത്തിന്റെ ചോദ്യം. മാത്രമല്ല പിന്നീട് ഇദ്ദേഹം പറയുന്നതാണ് ഏറ്റവും വലിയ കലാപ ആഹ്വാനമായി നോക്കിക്കാണേണ്ടത്. കാരണം 2021 ജനുവരി മാസം 26-ാം തീയതി രാജ്യതലസ്ഥാനത്ത് നടന്ന സംഭവം എന്താണെന്ന് കൃത്യമായി നമുക്ക് ഓർമ്മയുള്ളതാണ്. അന്ന് വലിയ കലാപം, റിപ്പബ്ലിക് ദിനത്തിൽ രാവിലെ പ്രൗഢഗംഭീരമായ പരേഡൊക്കെ നടന്ന് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തി നമ്മുടെ സൈനിക ശക്തിയെ ലോകത്തിന് മുന്നിൽ തുറന്ന് കാണിക്കുന്ന ആ ദിവസം രാജ്പഥിൽ പരേഡ് നടക്കുന്ന ആ ഘട്ടത്തിലാണ് ഇപ്പുറത്ത് ഈ കലാപകാരികൾ വ്യാപകമായ അക്രമം അന്ന് രാജ്യ തലസ്ഥാനത്ത് അഴിച്ചുവിടുകയും ഏറ്റവും ഒടുവിൽ ചെങ്കോട്ടയ്ക്ക് മുകളിൽ ഖാലിസ്ഥാന്റെ പതാക ഉയർത്തുകയും ഒക്കെ ചെയ്തത്. അടുത്ത കാലത്തൊന്നും ഡൽഹി കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള കലാപം നടത്തിയതിൽ മുഖ്യ സംഘാടകനാണ് ഈ രാകേഷ് ടിക്കായത്ത്. ഇപ്പോൾ രാകേഷ് ടിക്കായത്ത് പറയുന്നത് അന്ന് പറ്റിയത് ഒരു അബദ്ധമായിരുന്നു. അന്ന് 20 ലക്ഷത്തോളം വരുന്ന കലാപകാരികളെ നേരെ പാർലമെന്റിലേക്കായിരുന്നു കൊണ്ടുപോകേണ്ടിയിരുന്നത്. അതായത് രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് നാം വിശ്വസിക്കുന്ന 144 കോടി ജനങ്ങൾ ഭാരതത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിന്റെ ശ്രീകോവിലായി കണക്കാക്കപ്പെടുന്ന ആ പാർലമെന്റ് ആയിരുന്നു ആക്രമിക്കേണ്ടത് എന്ന വിദ്വേഷ പരാമർശമാണ് ഇപ്പോൾ രാകേഷ് ടിക്കായത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. 2021 റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയ്ക്ക് മുകളിൽ മതത്തിന്റെ പേരിലുള്ള ഈ സിഖ് രാഷ്ട്രത്തിന്റെ പേരിൽ അതിനെ പ്രതിനിധീകരിക്കുന്ന പതാക ഉയർത്തുമ്പോൾ ആ ഒരു കലാപത്തിന്റെ മുഖ്യ സംഘാടകരായി കേന്ദ്ര ഏജൻസികളും കേന്ദ്ര സർക്കാരും വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ് രാകേഷ് ടിക്കായത്ത്. ഇദ്ദേഹത്തെ പിന്നീട് കർഷക സംഘടനകൾ തന്നെ, യഥാർത്ഥ കർഷകർ തന്നെ ഇയാളെ തള്ളിപ്പറയുകയും പിന്നീട് ബാംഗ്ലൂരിൽ വെച്ചൊക്കെ ഇയാളുടെ നേരെ മഷി എറിഞ്ഞുകൊണ്ട് കർഷകർ തന്നെ പ്രതിഷേധിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഓർമ്മയുള്ളതാണ്. ഏതായാലും പച്ചയായ കലാപത്തിന് ആഹ്വാനമാണ് ഇപ്പോൾ ഈ രാകേഷ് ടിക്കായത്ത് നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, ഈ കർഷക എന്നുള്ള വിശേഷണത്തിലേക്ക് നമുക്ക് വരാം. രണ്ടാമത്തെ പോയിന്റ്, എന്താണ് കൽക്കത്ത കേസ് ഇത്ര വലിയ ഒച്ചപ്പാടുണ്ടാക്കുന്നത്? കൽക്കത്ത കേസിനെ എന്തിനാണ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നത്? അവിടെ കേസ് എടുത്തു കഴിഞ്ഞു, അത്രേ. ബംഗാൾ സർക്കാർ മാനഭംഗത്തിന് കേസ് എടുത്തു കഴിഞ്ഞു. ഇത് ബംഗാൾ സർക്കാരിനെതിരായ കുപ്രചരണമാണ്. ബംഗാൾ സർക്കാരിനെതിരായ
അപവാദ പ്രോപ്പഗണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്, അപവാദ പ്രചാരണമാണെന്നാണ് പറയുന്നത്. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഒരു യുവ ഡോക്ടറെ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ മാനഭംഗപ്പെടുത്തി കൊല്ലുന്നു. കൊലപാതകത്തിൽ അത് ഒറ്റയ്ക്കാണോ കൂട്ടായാണോ? പ്രതി എന്ന പേര് ഒരാളെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അതാണോ യഥാർത്ഥ പ്രതി? അന്വേഷണം വൈകുന്നു. ഈ മൃതശരീരം കൈമാറാൻ വൈകുന്നു. ഇതിനൊക്കെ ശേഷം CBI അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ അത് വൈകിക്കുന്നു. അക്രമികൾ ഇടിച്ചു കയറുന്നു പ്രതിഷേധക്കാരെ ആക്രമിക്കാൻ. ഇതൊക്കെ നടന്ന സ്ഥലം കേസെടുത്തു കഴിഞ്ഞ് എന്താണ് ഇത്ര കോലാഹലം എന്നാണ് ഇയാൾ ചോദിക്കുന്നത്, രാകേഷ് ടിക്കായത്ത്. പ്രദീപ് പിള്ള, അതായത് രാജ്യത്തൊട്ടാകെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. ഈ പീഡനം നടന്ന കൊൽക്കത്തയിൽ മാത്രമല്ല, ഇങ്ങ് ഡൽഹിയിലും കേരളത്തിലും രാജ്യത്ത് എല്ലായിടത്തും ഭാരതത്തിന്റെ ഭൂപ്രദേശങ്ങളിലെല്ലാം ഈ കൊൽക്കത്തയിൽ നടന്നിട്ടുള്ള അതിദാരുണമായ സംഭവം, പിന്നീട് ആ ക്രിമിനലുകളെ സംരക്ഷിക്കുവാൻ മമതാ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം, ഇതിനെതിരെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്നും വലിയ പ്രതിഷേധം രാജ്യവ്യാപകമായി അലയടിക്കുന്ന ഒരു ഘട്ടമാണ്. ഇന്നലെ സുപ്രീം കോടതി തന്നെ ഈ കേസ് പരിഗണിക്കുമ്പോൾ നിശ്ചിതമായി സംസ്ഥാന സർക്കാരിനെ, മമതാ സർക്കാരിനെയും അവിടുത്തെ പോലീസ് സംവിധാനത്തെയും സുപ്രീം കോടതി പോലും അതിരൂക്ഷ ഭാഷയിലാണ് വിമർശിച്ചത്. ഈ ഘട്ടത്തിലാണ് മമതാ ബാനർജിയെയും പശ്ചിമ ബംഗാൾ സർക്കാരിനെയും വലിയ തോതിൽ ന്യായീകരിച്ചുകൊണ്ട് ഈ രാകേഷ് ടിക്കായത്ത് രംഗത്തെത്തുന്നത്. ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമരം വെറും ഗൂഢാലോചനയാണ് എന്നുള്ളതാണ്. അതായത് 31 വയസ്സ് പ്രായമുള്ള ഒരു യുവ ഡോക്ടർ നിരവധി ആളുകളുടെ പീഡനത്തിന്, മാനഭംഗത്തിന് ഇരയായി ജീവൻ നഷ്ടപ്പെട്ട് അതിൻ്റെ നടുക്കത്തിൽ രാജ്യത്തൊട്ടാകെ വ്യാപക പ്രതിഷേധം നടക്കുമ്പോഴാണ് കർഷക നേതാവെന്ന് അവകാശപ്പെടുന്ന ഇയാൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ഗൂഢാലോചനയാണ്. അതായത് ഈ പ്രതിഷേധം നടത്തുന്ന ആളുകളെല്ലാം ക്രിമിനലുകളാണെന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്. ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന പ്രസ്താവനയാണ്. പക്ഷേ ഇത് പല ആളുകളും കണ്ടില്ല എന്ന് നടിക്കും. കാരണം കേരളത്തിലെ മറ്റു മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം രാകേഷ് ടിക്കായത്ത് അവർക്ക് കർഷക നേതാവാണ്. 2021 ഈ നാട്ടിൽ കലാപമുണ്ടാക്കുന്ന സമയത്ത് ഇയാളെ കർഷക നേതാവായി വ്യാഖ്യാനിച്ച് നടന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. അതിനാൽ ഒരുപക്ഷെ ജനൻ TV മാത്രമായിരിക്കാം രാകേഷ് ടിക്കായത്തിനെതിരെയുള്ള വാർത്തകൾ മുൻപും ഈ രീതിയിൽ നൽകിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഇത്തരം വാർത്തകൾ മറച്ചു പിടിക്കേണ്ട ആവശ്യമില്ല. ശുദ്ധമായ അസംബന്ധം ഈ ഘട്ടത്തിൽ വിളിച്ചു പറയുകയാണ് രാകേഷ് ടിക്കായത്ത്. ഇപ്പോൾ പ്രതിഷേധിക്കുന്ന ആളുകൾ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി പ്രതിഷേധിക്കുന്നു എന്നാണ് ഈ രാകേഷ് ടിക്കായത്ത് പറഞ്ഞു വെക്കുന്നത്. ബംഗാൾ സർക്കാരിനെതിരെ ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുന്നു, അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനാണ് ചില ആളുകൾ ശ്രമിക്കുന്നത്. അത്തരം ആളുകളാണ് ഇപ്പോൾ തെരുവിൽ പ്രതിഷേധിക്കുന്നത് എന്നാണ് രാകേഷ് ടിക്കായത്തിന്റെ പ്രസ്താവന. എന്തായാലും ഒരു ഭാഗത്ത് ഇയാൾ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു. ബംഗ്ലാദേശിന് സമാനമായ രീതിയിൽ നമ്മുടെ രാജ്യത്ത് ആളുകൾ തമ്മിത്തല്ലുന്ന ആഭ്യന്തര കലാപം ഉണ്ടാകണം എന്ന് പരസ്യമായി വിളിച്ചു പറയുന്നു. രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് നാം വിശേഷിപ്പിക്കുന്ന പാർലമെന്റ് ആക്രമിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നു. അതുകൂടാതെ ഒരു 31 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി അതിദാരുണമായി കൊല്ലപ്പെടുമ്പോൾ അവിടുത്തെ സംസ്ഥാന സർക്കാർ അതിനെ ന്യായീകരിക്കുകയും അവിടുത്തെ ക്രിമിനലുകളെ, ഈ പീഡനം നടത്തിയ ക്രിമിനലുകളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ അതിനെതിരെ സ്വാഭാവികമായി നാടിന്റെ എല്ലാ ഭാഗത്തും ഉയർന്നു വരുന്ന പ്രതിഷേധം, ആ പ്രതിഷേധക്കാർ ഗൂഢാലോചന നടത്തുകയാണ്. അല്ലാതെ ഇത്തരം പ്രതിഷേധത്തിന്റെ ഒന്നും ആവശ്യം ഈ ഘട്ടത്തിൽ ഇല്ല എന്ന് പറഞ്ഞു വെക്കുന്നു. സ്വാഭാവികമായും രാകേഷ് ടിക്കായത്തിന്റെ പശ്ചാത്തലം നേരത്തെ ഗൗതം അതിലേക്കാണ് വരേണ്ടത്, ഈ പശ്ചാത്തലത്തിലേക്കാണ് വരേണ്ടത്. ഇദ്ദേഹം ബംഗ്ലാദേശിന് സമാനമായ സ്ഥിതി ഭാരതത്തിൽ ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തുകയും കൊൽക്കത്തയിൽ നടന്ന ഒരു യഥാർത്ഥ പ്രതിഷേധം, ഒരു ഡോക്ടറെ അതിപൈശാചികമായി മാനഭംഗപ്പെടുത്തി കൊന്ന സംഭവത്തിൽ ഡോക്ടർമാർ രാജ്യവ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തെ ഗൂഢാലോചന എന്ന് വിളിക്കുകയും ചെയ്യുന്ന ഇയാളുടെ പശ്ചാത്തലത്തിലേക്ക് നിർബന്ധമായി പോകേണ്ടതുണ്ട്. ആരാണ് രാകേഷ് ടിക്കായത്ത് എന്ന് അറിയാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ ആരാണ് രാകേഷ് ടിക്കായത്ത് എന്ന് തെളിച്ച് പറയണം. ഗൗതം നേരത്തെ പറഞ്ഞ 2021 കർഷക സമരം എന്ന് കേരളത്തിലെ അടക്കം മാധ്യമങ്ങൾ ഓമന പേരിട്ട് വിളിച്ച ആ കലാപശ്രമം. 2, അതിനുള്ള ഫണ്ട് എവിടെ നിന്ന് വന്നു? 3, അതിന് പിന്നിൽ ആരായിരുന്നു? വ്യക്തമായില്ലേ. പിന്നീട് ഖലിസ്ഥാൻവാദികളാണെന്ന്, നവ ഖലിസ്ഥാൻവാദികളായിരുന്നു. US-ലും കാനഡയിലും മറ്റു വിദേശ രാഷ്ട്രങ്ങളിലും ഇരുന്നിട്ട് കൃത്യമായി ഇതിന് ഫണ്ട് ചെയ്യുന്നതിനുള്ള വ്യക്തമായ തെളിവ് പുറത്തു വന്നു. 3, ടൂൾ കിറ്റ് വിവാദം. ഇത്തരം കക്ഷികളെയൊക്കെ ഏകോപിപ്പിച്ച് ഒരേ തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുപ്രചരണവും ഇതുപോലെയുള്ള ഗൂഢാലോചനയും നടത്താനുള്ള ടൂൾ കിറ്റ് സംബന്ധിച്ച വാർത്ത പുറത്തു വരുന്നു. അവിടെ നിന്നുകൊണ്ട് വേണം ഈ രാകേഷ് ടിക്കായത്ത് ആര് എന്ന് പറയാൻ. ഒരു പ്രമുഖ മാധ്യമം അന്ന് കൊടുത്തൊരു വാർത്ത ഞാൻ ഇന്ന് മറന്നിട്ടില്ല. ഈ വർഷം ആദ്യം വീണ്ടും ഈ സമരം ഒന്ന് കത്തിക്കാൻ ഈ വർഷം ഫെബ്രുവരിയിൽ ശ്രമിച്ചപ്പോൾ ഒരു പ്രമുഖ മാധ്യമം ഒരു പത്രം കൊടുത്ത തലക്കെട്ട്
കർഷക സമരത്തിനു നേരെ പോലീസ് അതിക്രമം, യുവ കർഷകൻ വെടിയേറ്റ് മരിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ പുറത്തു വന്നു അവിടെ നടന്നത് എന്ത് സമരമായിരുന്നു എന്നുള്ളതും അതിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ എന്തായിരുന്നു എന്നുള്ളതും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പരമാവധി മുതലെടുക്കാൻ ഇതും ആ ടൂൾ കിറ്റിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള അതല്ലെങ്കിൽ രാജ്യാന്തര ഗൂഢാലോചന നടന്നു എന്ന് വ്യക്തമായി പറഞ്ഞു. പക്ഷേ അതും പല മാധ്യമങ്ങളും പുറത്തുവിട്ടിട്ടില്ല. വ്യക്തമായ സൂചനയും അന്വേഷണവും നടക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ഇന്റലിജൻസ് ഏജൻസികളുടേത്. ഇയാളാണ് കർഷക നേതാവെന്ന് വിശേഷിപ്പിച്ച് ഇയാളുടെ പ്രസ്താവന അഭിപ്രായ സ്വാതന്ത്ര്യമായി കാണാൻ കഴിയില്ല എന്നുള്ള വ്യക്തമായ സ്റ്റാൻഡ് തന്നെയാണ് ജനൻ TV എടുക്കുന്നത്. ഗൗതം. പ്രദീപിള്ള 2021 ഈ കർഷക സമരം തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ അന്ന് കേന്ദ്ര ഏജൻസികൾ കൃത്യമായി തന്നെ വിശദീകരിച്ചത് ഇത് സിഖ് ഭീകരവാദികളും അതോടൊപ്പം തന്നെ ഇസ്ലാമിക ഭീകരവാദികളുടെയും ഫണ്ടിങ്ങിന്റെയും അടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമരമാണ്. ഇതിൽ പങ്കെടുക്കുന്നത് പലരും യഥാർത്ഥ കർഷകരല്ല, കുറച്ച് പാവപ്പെട്ട കർഷകരെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായേക്കാം. പക്ഷേ ഇതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇതിന് നേതൃത്വം നൽകുന്ന രാകേഷ് ടിക്കായത്ത് ആകട്ടെ അല്ലെങ്കിൽ ഈ ടിക്കായത്തിന്റെ ഒപ്പം നിന്നിട്ടുള്ള മറ്റ് ഇടത് സംഘടനകളാകട്ടെ ഇവർക്ക് നേരിട്ടുള്ള കർഷകരുമായി ബന്ധമില്ല. മറിച്ച് ഇതിന് പിന്നിൽ പ്രധാനമായും ഖാലിസ്ഥാന്റെ പങ്ക് അന്ന് തന്നെ കേന്ദ്ര ഏജൻസികൾ വിശദീകരിച്ചതാണ്. അത് പ്രത്യക്ഷമായി തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത് 2021 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിലാണ്. രാജ്പഥിൽ ഇന്നത്തെ കർത്തവ്യ പത്തിൽ ഭാരതത്തിന്റെ സൈനിക ശക്തി വിളിച്ചോതിക്കൊണ്ടുള്ള പരേഡ് നടക്കുന്ന അതേ ഘട്ടത്തിലാണ് ചെങ്കോട്ടയ്ക്ക് മുകളിൽ ഖാലിസ്ഥാൻ വിശേഷിപ്പിക്കുന്ന ഖാലിസ്ഥാന്റെ പതാക ഉയർത്തുന്നുവെന്ന് മാത്രമല്ല ട്രാക്ടർ റാലി എന്ന പേരിൽ ഈ സമരം നടന്ന ഹരിയാനയിലെ പ്രദേശത്തിൽ നിന്നും സിംഗൂർ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് നിന്നും ഈ മുഴുവൻ ട്രാക്ടറുകളും രാജ്യ തലസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് സാധാരണക്കാർക്കിടയിലേക്ക് ഈ ട്രാക്ടറുകൾ ഇരച്ചു കയറ്റുകയും ചെങ്കോട്ടയിൽ ഉൾപ്പെടെ ട്രാക്ടറുകൾ കൊണ്ടുവന്ന് അത് ഇടിച്ചു തന്നെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചിലർ മരണപ്പെടുകയും ഒക്കെ ചെയ്തു. അങ്ങനെ വലിയ കലാപമായി ഈ കർഷക സമരം എന്ന പേരിൽ നടന്ന സംഘർഷം മാറുന്ന ഒരു കാഴ്ച നമ്മൾ അന്ന് കണ്ടതാണ്. അതിനുശേഷം കൃത്യമായി തന്നെ നമ്മുടെ രാജ്യത്തെ പൊതുസമൂഹം കൃത്യമായി മനസ്സിലാക്കി ഇതിന് കർഷക സമരമല്ല ഇത്. കാരണം കർഷക സമരം നടത്തുന്ന ആളുകൾ ഈ രീതിയിൽ ട്രാക്ടർ എടുത്തുകൊണ്ട് വന്ന് കലാപം നടത്തേണ്ട ആഹ്വാനമില്ല. മാത്രമല്ല അത്തരം ആളുകൾക്ക് കൃഷിക്കാരാണെങ്കിൽ അവർക്ക് എന്തിനാണ് ഈ ഖാലിസ്ഥാന്റെ പതാക എന്ന സ്വാഭാവികമായ ചോദ്യം ആ ഘട്ടത്തിലൊക്കെ തന്നെ ഉയർന്നു വന്നതാണ്. എന്തായാലും അത് കർഷക സമരമായിരുന്നില്ല, മറിച്ച് ഖാലിസ്ഥാനികളും അതോടൊപ്പം തന്നെ ഇസ്ലാമിസ്റ്റുകളും അതോടൊപ്പം തന്നെ രാജ്യത്ത് നിരോധിച്ചിട്ടുള്ള വിവിധ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും എല്ലാം ചേർന്നുകൊണ്ട് അതായത് രാജ്യവിരുദ്ധ ശക്തികൾ എന്ന് നാം വിശേഷിപ്പിക്കുന്ന ആളുകളുടെ കൂട്ടായ്മയാണ് അന്ന് ഡൽഹിയിലും പരിസര പ്രദേശത്തും 2021 ആ തണുപ്പ് കാലത്ത് നടന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനാലാണ് ഇത്തരം ആളുകൾക്കുള്ള സ്വീകാര്യത പിന്നീട് പൂർണ്ണമായി തന്നെ തകർന്നു പോയത്. ഈ 2021 കർഷക സമരത്തിന് ശേഷം ഇതേ രാകേഷ് ടിക്കായത്ത് തന്നെ 2022 നടന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്തുമെന്ന് ആഹ്വാനം ചെയ്തു. മാത്രമല്ല ഈ കർഷക സമരത്തിനായി വലിയ തോതിലുള്ള പിന്തുണ ആ കാലഘട്ടത്തിൽ ലഭിച്ചിരുന്നത് പശ്ചിമ ഉത്തർപ്രദേശിലാണ്. കാരണം ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഉത്തർപ്രദേശിന്റെ ഭാഗം പശ്ചിമ ഉത്തർപ്രദേശാണ്. അവിടുത്തെ ജാട്ട് ബെൽറ്റിൽ നിന്നൊക്കെ ഇവർക്ക് സഹായം ലഭിച്ചുവെന്നും അതിനാൽ 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UPയിൽ BJP പരാജയപ്പെടും എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും വാർത്തകളും വന്നു. രാകേഷ് ടിക്കായത്തിനെ പോലുള്ളവർ അന്ന് UP തെരഞ്ഞെടുപ്പിൽ BJPയെ കർഷകർ പരാജയപ്പെടുത്തുമെന്ന് ആഹ്വാനം ചെയ്തു. പക്ഷെ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി BJP അധികാരം നിലനിർത്തിയെന്ന് മാത്രമല്ല ഈ കർഷക സമരത്തിന് വലിയ പിന്തുണ ലഭിക്കുന്നുവെന്ന് മലയാളം മാധ്യമങ്ങളും ഈ സമരം നടത്തിയ രാകേഷ് ടിക്കായത്ത് ഉൾപ്പെടെയുള്ളവരും പറഞ്ഞ പശ്ചിമ ഉത്തർപ്രദേശിലെ ജാട്ട് ബെൽറ്റുകളിൽ ഉൾപ്പെടെ BJPയുടെ പടയോട്ടമാണ് 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അതിനാൽ രാഷ്ട്രീയമായ ഒരു സ്വീകാര്യതയും ഈ നേതാക്കൾക്ക് കർഷകർക്കിടയിൽ പോലും ലഭിച്ചില്ല. പൊതുസമൂഹത്തിനിടയിൽ ഒരു സ്വീകാര്യതയും ഇല്ലാത്ത കുറെ ആളുകൾ കാട്ടിക്കൂട്ടിയ കലാപ സൃഷ്ടിയായിരുന്നു അന്ന് നടന്ന കർഷക സമരം എന്ന പേരിൽ നടന്ന സംഘർഷങ്ങൾ അല്ലെങ്കിൽ അത്തരം സമരങ്ങൾ എന്ന് വേണം വിശേഷിപ്പിക്കാൻ. എന്തായാലും അന്ന് അതിന് നേതൃത്വം നൽകിയ രാകേഷ് ടിക്കായത്തിന്റെ മുഖം ഒരിക്കൽ കൂടി പുറത്തു വരുന്നതാണ് അല്ലെങ്കിൽ മനസ്സിലിരിപ്പ് ഒരിക്കൽ കൂടി പുറത്തു വരുന്നതാണ് ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഈ കലാപ ആഹ്വാനവും അതോടൊപ്പം തന്നെ ഈ 31 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ മരണം കൊലപാതകം അതിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തെ ന്യായീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ അത് രാകേഷ് ടിക്കായത്തിനെയും ഇനി ആരാണ് രാകേഷ് ടിക്കായത്ത് എന്നോട് ആരാണ് രാകേഷ് ടിക്കായത്ത് എന്നുകൂടി ഇതറിയാത്തവരുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ ഒന്ന് മഹേന്ദ്ര സിംഗ് ടിക്കായത്തിന്റെ മകൻ അത് കർഷക നേതാവായിരുന്നു. ഇന്നിപ്പോൾ ഉയരുന്ന സംശയം
ആ മഹേന്ദ്ര സിംഗ് ടിക്കായത്തിന് വലിയ ജനസ്വീകാര്യതയുണ്ടായിരുന്നു, കർഷകരുടെ ഇടയിൽ വലിയ അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇന്ന് ഉയരാവുന്ന ഒരു ചോദ്യം, ഇനി മഹേന്ദ്ര സിംഗ് ടിക്കായത്ത് നടത്തിയ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ ആരായിരുന്നു എന്ന് പോലും ഈ പുത്രൻ പറയിക്കുന്നു. രണ്ട്, ആ പിതാവിന്റെ പാരമ്പര്യത്തിന്റെ ക്രെഡിറ്റിൽ, അതല്ലെങ്കിൽ ആ ഒരു ശോഭയിൽ, ആ കോട്ടയിൽ പൊതുരംഗത്തേക്ക് വന്ന ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി നോക്കാം. 2007 UP നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, രണ്ട് തെരഞ്ഞെടുപ്പിലും INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുകയും നല്ല രാജകീയമായി പരാജയപ്പെടുകയും ചെയ്ത ആളാണ്. ഇനി ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന INC ഓർക്കേണ്ടത് മറ്റൊരു കാര്യം, ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന, ഇദ്ദേഹത്തിനെ പ്രത്യക്ഷമായോ പരോക്ഷമായോ പിന്തുണയ്ക്കുന്ന INC ഓർക്കേണ്ടത് ഇദ്ദേഹത്തിന് വേണ്ട ഫണ്ടിങ്ങും മറ്റു കാര്യങ്ങളും നൽകുന്നത് ഖലിസ്ഥാൻവാദികൾ എന്നുള്ളതാണ്. ഖലിസ്ഥാൻവാദികൾ, ഖലിസ്ഥാൻ വാദം, ഖലിസ്ഥാൻ മൂവ്മെന്റ് ഭാരതത്തിൽ എങ്ങനെയുണ്ടായി? ഭാരതത്തിൽ ആദ്യമായി ഒരു പ്രധാനമന്ത്രി വധിക്കപ്പെട്ടത് ആരുടെ കൈകൾ കൊണ്ട്? ആ വധത്തിലേക്ക് നയിച്ചത് എന്താണ്? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. അതായത് സിഖ് മതസ്ഥരുടെ ഏറ്റവും പുണ്യമായ സുവർണ ക്ഷേത്രത്തിലേക്ക് പട്ടാളം ഇരച്ചു കയറി, ടാങ്കുകൾ ഇരച്ചു കയറി തീവ്രവാദികളെ പിടികൂടി. ആ തീവ്രവാദ പ്രസ്ഥാനം എങ്ങനെയുണ്ടായി? ഈ ജനറൽ ഭിന്ദ്രൻവാല എന്ന് പറയുന്ന നേതാവ് എങ്ങനെയുണ്ടായി? ഇതേ പ്രധാനമന്ത്രി രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി നടത്തിയ പല നീക്കങ്ങളിൽ ഒന്നായിട്ടായിരുന്നു പഞ്ചാബിൽ ഇത്തരം ശക്തികൾക്ക് വളരാൻ അനുവദിച്ചത്. ഭസ്മാസുരന്റെ അവസ്ഥ എന്ന പോലെ, ഭസ്മാസുരനെ പോലെ ഇതേ ഭിന്ദ്രൻവാല തിരികെ എത്തി. തിരികെ ഇവരുടെ കോൺഗ്രസിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും കൈകളിൽ നിൽക്കാതായപ്പോൾ അവരെ അടിച്ചമർത്തേണ്ടി വന്നു. അടിച്ചമർത്തൽ നടത്തിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് പ്രതികാരമായിട്ടാണ് സ്വന്തം അംഗരക്ഷകർ അവരെ വെടിയുണ്ട കൊണ്ട് അരിപ്പ പോലെയാക്കി ആ ഔദ്യോഗിക വസതിയിൽ വീഴ്ത്തിയത്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്ന കുടുംബം ഓർക്കണം, ആരെയാണ് നിങ്ങൾ പിന്തുണയ്ക്കുന്നത്? ആരോടാണ് നിങ്ങൾ കൈകൾ ചേർത്ത് പിടിക്കുന്നത്? ആരുടെ കൈകോർത്ത് പിടിച്ചാണ് നിങ്ങൾ ഭാരത സർക്കാരിനെതിരായി, ഭാരതത്തിനെതിരായ സമരം നടത്താനുള്ള ടൂൾ കിറ്റും വിതരണം ചെയ്യുന്നതെന്ന്? ഗൗതം, പ്രദീപ് പിള്ള, അത് തന്നെയാണ് ഇദ്ദേഹത്തിന് ഒരു തരത്തിലുമുള്ള ജനസ്വീകാര്യത ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ രാകേഷ് ടിക്കായത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. 2007 കോൺഗ്രസ് പിന്തുണയോടെ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെടുന്നു. പിന്നീട് 2014 RLDയുടെ രാഷ്ട്രീയ ലോക്ദളിന്റെ സ്ഥാനാർത്ഥിയായി, ഒപ്പം കോൺഗ്രസിന്റെ കൂടി പുറത്തു നിന്നുള്ള പിന്തുണയിലാണ് ഇയാൾ മത്സരിച്ചിരിക്കുന്നത്. 2 തെരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെട്ടു എന്നത് മാത്രമല്ല, പിന്നീട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് അതാണ്, 2021 ഈ സമരത്തിന് ശേഷം പിന്നീട് നടക്കുന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ്, അതായത് ഈ കർഷക സമരം എന്ന പേരിൽ നടന്ന സമരത്തിന് കർഷകരുടെ പിന്തുണയുണ്ടോ അതോ BJP പറയുന്നതാണോ ശരി? ഇതിലേതാണ് ശരി എന്നത് സംബന്ധിച്ചുള്ള ഒരു വലിയ ചോദ്യചിഹ്നത്തിന് മുന്നിലേക്കാണ് ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കടന്നു വന്നത്. മാത്രമല്ല, ഈ സമരം നടക്കുന്ന ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് പശ്ചിമ ഉത്തർപ്രദേശ്, നോയിഡയും അതോടൊപ്പം തന്നെ നമുക്കറിയാം മുസാഫർ നഗറും കൈറാനിയും ഒക്കെ അടങ്ങുന്ന പശ്ചിമ UP. ആ പശ്ചിമ UPയിൽ രാകേഷ് ടിക്കായത്ത് ഗ്രാമസഭകൾ വിളിച്ചിട്ട്, ഇയാൾ വിളിച്ചാൽ വരുന്ന ആളുകളെല്ലാം വിളിച്ചു വരുത്തിയിട്ട് BJPയെ പരാജയപ്പെടുത്തലാണ് നമ്മുടെ ലക്ഷ്യമെന്നും, മാത്രമല്ല കേന്ദ്ര സർക്കാരിനുള്ള ഏറ്റവും വലിയ പ്രഹരമായിരിക്കണം UP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന ഫലം എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടും 2022 വലിയ വിജയത്തോടുകൂടി BJP ഉത്തർപ്രദേശിൽ ഭരണ തുടർച്ച നേടി. ഇതോടുകൂടി തന്നെ രാകേഷ് ടിക്കായത്ത് ഏതാണ്ട് ഒരു ജനസ്വീകാര്യതയുമില്ല, പ്രത്യേകിച്ച് കർഷകർക്കിടയിൽ തന്നെ ഒരു സ്വാധീനവുമില്ല എന്ന കൃത്യമായ ബോധ്യം സമൂഹത്തിനിടയിൽ വന്നു. പിന്നീട് ഇയാളെ തന്നെ സ്വന്തം സംഘടന ഒരു ഘട്ടത്തിൽ തള്ളിപ്പറയുകയും ഭാരത് കിസാൻ യൂണിയൻ അകത്ത് തന്നെ ഭിന്നിപ്പുണ്ടാവുകയും ഒക്കെ ചെയ്തു. ബാംഗ്ലൂരിൽ ഇയാൾ ഒരു പരിപാടിക്കായി എത്തുന്ന ഘട്ടത്തിൽ കർഷകർ തന്നെ രാകേഷ് ടിക്കായത്തിന്റെ മുഖത്ത് മഷി വാരി എറിയുന്നുണ്ടായിരുന്നു. പക്ഷെ വളരെ ശ്രദ്ധേയമെന്നത് കർഷക സംഘടനകൾ പോലും, യഥാർത്ഥ കർഷക സംഘടനകളും യഥാർത്ഥ കർഷകരും തങ്ങളുടെ നേതാവായി അംഗീകരിക്കാത്ത ഇതേ രാകേഷ് ടിക്കായത്ത് കേരളത്തിലെ മറ്റു മാധ്യമങ്ങൾക്കും അതോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെയുള്ള അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയൊക്കെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏറ്റവും സ്വീകാര്യനാണ് എന്നുള്ളതാണ്. ഇത്തരത്തിൽ കലാപത്തിന് ആഹ്വാനം ചെയ്യുക അല്ലെങ്കിൽ
പെൺകുട്ടി പീഡനത്തിനിരയായി കൊല്ലപ്പെടുന്ന ഘട്ടത്തിൽ പ്രതിഷേധിക്കുന്നവരെ കുറ്റപ്പെടുത്തുന്ന ഇത്തരം ഒരു നേതാവാണ് രാഹുൽ ഗാന്ധിയുമായും അതോടൊപ്പം തന്നെ സോണിയയൊക്കെയായി അടുത്ത ബന്ധം പുലർത്തുന്നത്. ഒപ്പം സമാജ്വാദി പാർട്ടി പോലെയുള്ള പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുമായി അടുത്ത ബന്ധം പുലർത്തുന്നത്. സ്വാഭാവികമായും ഇത് വലിയ വിമർശനങ്ങൾക്ക് മുൻപും പല ഘട്ടങ്ങളിൽ വഴിവെച്ചതാണ്. നേരത്തെ പ്രദീപ് പിള്ള സൂചിപ്പിച്ചതുപോലെ ഇത്തരം നേതാക്കളെ വളർത്തിക്കൊണ്ട് വരുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് പിന്നീട് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ അത്തരം നേതാക്കൾക്ക് എന്തു പറ്റുമെന്നതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് നേരത്തെ സൂചിപ്പിച്ച ഭിന്ദ്രൻവാലയുടെ ചരിത്രം. പഞ്ചാബിൽ അകാലിദളിന്റെ ശിരോമണി അകാലിദളിന്റെ ഭരണം കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ശിരോമണി അകാലിദൾ പഞ്ചാബിൽ അധികാരത്തിലെത്തുമ്പോൾ സിഖ് സമൂഹത്തിനിടയിൽ ശിരോമണി അകാലിദളിനെതിരെ ഒരു വികാരം രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അന്ന് ഭിന്ദ്രൻവാല എന്ന ഒരു കൊടും ക്രിമിനലിനെ ഇന്ദിരാഗാന്ധി തന്നെ കണ്ടെത്തുന്നത്. ഇന്ന് മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ കമൽനാഥിനെ പോലെയുള്ള ആളുകളെ അന്ന് ഇന്ദിരാഗാന്ധി ഏർപ്പെടുത്തി എങ്ങനെയെങ്കിലും പഞ്ചാബിൽ പ്രശ്നമുണ്ടാക്കുന്നതിനായി ഒരു ആചാര ബാഹുവായ ഒരു മനുഷ്യനെ കണ്ടെത്തണം, അയാൾക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണ നമുക്ക് നൽകാം എന്ന് ഇന്ദിരാഗാന്ധി നിർദ്ദേശിക്കുകയും അതേ തുടർന്ന് കമൽനാഥും അന്നത്തെ കോൺഗ്രസിന്റെ യുവ നേതാക്കളായിരുന്ന ആളുകളും ഇറങ്ങി പുറപ്പെട്ട് ഒരു ഒന്നാന്തരം ക്രിമിനലിനെ കണ്ടെത്തി. അതാണ് ഭിന്ദ്രൻവാലയായി പിന്നീട് വളർന്ന് പന്തലിച്ചത്. ഏറ്റവും ഒടുവിൽ അതേ ഭിന്ദ്രൻവാലയെ ഇന്ദിരാഗാന്ധിക്ക് കൊലപ്പെടുത്തേണ്ടി വരുന്നു ഇന്ത്യൻ സൈന്യത്തെ ഉപയോഗിച്ച്. അതിന്റെ തിരിച്ചടി എന്ന നിലയിലാണ് ഇന്ദിരയുടെ അംഗരക്ഷകരായ സത്വൻ സിംഗും ബിയാന്ത് സിംഗും 1984 ഇന്ദിരാഗാന്ധിയുടെ സ്വന്തം അംഗരക്ഷകർ തന്നെ അവരെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. അപ്പോൾ ഇത്തരം ക്രിമിനലുകൾ വളർത്തിക്കൊണ്ട് വരുന്ന നേതാക്കൾക്ക് ഭാവിയിൽ എന്തു പറ്റും എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇന്ദിരാവാദം നമുക്ക് മുന്നിലുള്ളത്. പക്ഷേ അതിൽ നിന്നും ഇന്ദിരാഗാന്ധിയുടെ കുടുംബം പോലും പാഠം പഠിച്ചിട്ടില്ല. അതേ രാഹുൽ ഗാന്ധിയും സോണിയയും ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഇത്തരം ക്രിമിനൽ നേതാക്കളെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി വളർത്തിക്കൊണ്ടുവരുന്നത്. മറ്റൊരു ഭിന്ദ്രൻവാലയുടെ സ്വഭാവം കാണിക്കുന്നയാളാണ് രാകേഷ് ടിക്കായത്ത് എന്ന് ഇയാൾ നടത്തുന്ന പ്രസ്താവനകളും ഇയാളുടെ പ്രവൃത്തിയിലൂടെയും നമ്മൾ ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും രാജ്യത്ത് ഇന്ത്യ സഖ്യം ഉൾപ്പെടെയുള്ള പാർട്ടികൾ രാകേഷ് ടിക്കായത്തിനെ തലയിൽ വെച്ച് നടക്കുന്നു എന്നതാണ് നമുക്ക് സാമകാലിക രാഷ്ട്രീയം നോക്കിക്കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നിയമവ്യവസ്ഥ നിലവിലുള്ള നാട്ടിൽ ഇദ്ദേഹം നടത്തിയത് ഏത് തരത്തിലുള്ള പ്രസ്താവനയാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് താമസിയാതെ കാണാം. ആർക്കും ഭയപ്പെടാതെ ഇവിടെ ജീവിക്കാമെന്ന് ഉറപ്പ് നൽകിയ UP മുഖ്യമന്ത്രിയുടെ നാട്ടിൽ നിന്നാണ് ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളതെങ്കിൽ നിയമപരമായി എന്ത് നടക്കും എന്ന് നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം.